ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഭവൻ സ്കൂളിലാണ് കേട്ടോ. ഇത് നമ്മുടെ KG സെക്ഷനാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് അവർക്ക് ആനുവൽ ഡേ വരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ റിഹേഴ്സലാണ്, ലാസ്റ്റ് റിഹേഴ്സലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ ഡാൻസും അവരുടെ ഓരോ കുസൃതികളൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഡാൻസ് മാസ്റ്റർ ദിവ്യ ടീച്ചർ. ദിവ്യ ചേച്ചിയാണ് മെയിൻലി കുട്ടികൾക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനും ദിവ്യ ചേച്ചീൻ്റെ കൂടെ ജസ്റ്റ് ജോയിൻ ചെയ്യുകയാണ്, കുട്ടികൾക്ക് ഡാൻസൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും അവരൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അവരൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ റിഹേഴ്സൽ നടത്തുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. കുറേ പേരുള്ളതുകൊണ്ട് അവരൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് സെറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് അവരുടെ റിഹേഴ്സലൊക്കെ ഇവിടുന്ന് ഇപ്പോൾ കാണാം കേട്ടോ. ഡാൻസ് ഏതാ കളിക്കാൻ പോകുന്നേ? ഒപ്പന കുട്ടിയാണ് ഞങ്ങള്. മണവാട്ടി എവിടെ? ആദ്യം ഒപ്പന ടീമാണ് കേട്ടോ റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പോൾ ഒപ്പന കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ദിവ്യ ചേച്ചി അവർക്ക് കൂളിംഗ് ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഈ ഒപ്പനയിൽ അവർ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ന്യൂ ജെൻ ഒപ്പന സ്റ്റൈലിലൊക്കെ. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ കാണാൻ. അടുത്തത് വെൽക്കം ഡാൻസ് ആണ്. ക്ലാസിക്കലായിട്ടാണ് കേട്ടോ അവർ കളിക്കുന്നത്. കേൾക്കണില്ല, ഒച്ചത്തിൽ പറയും. വെൽക്കം ഡാൻസോ? എന്താ പാട്ട് ഏതാ? കേൾക്കുന്നില്ല, പറ. നന്നായിട്ട് കളിക്കോ? ആ പറ. അപ്പൊ ഓക്കെ. ദിവ്യ ചേച്ചിയാണ് കേട്ടോ ഇവരുടെ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവരുടെ പാട്ട് വന്നിട്ട് എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. ആവേശായില്ല. നിങ്ങളതേതാ ഡാൻസ് ഏതാ? എന്താ അതെന്ത് ഡാൻസാ? കാട്ടുവാസി ട്രൈബൽ ഡാൻസ് ആണോ? ട്രൈബൽ ഡാൻസ് ആണോന്ന്? നന്നായിട്ട് കളിക്കോ? എന്താ ട്രൈബൽ ഡാൻസ് അല്ലേ? ഇനി അടുത്ത നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ ട്രൈബൽ ഡാൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് കേട്ടോ ദിവ്യ ചേച്ചി എല്ലാവർക്കും കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെയല്ല ആ പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പോൾ അതിനും ഇനി കുറേ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ നമുക്കിതിൽ കാണാം. ഇപ്പം നമ്മുടെ പിള്ളേരുടെ പെർഫോമൻസ് കാണാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കുട്ടികളുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹാളിൽ വെച്ചിട്ടുള്ള. ഇനി അടുത്തത് നമ്മുടെ സ്റ്റേജിൽ വെച്ചിട്ടുള്ള റിഹേഴ്സലാണ്. അപ്പം അതും കൂടിയൊക്കെ ആകുമ്പം അവർക്ക് ഏകദേശം മനസ്സിലാവും ഇന്ന സ്ഥലത്ത് നിൽക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പ്രോപ്പർ ടിക്കറ്റ് സ്റ്റേജിലേക്ക് പോവാണ്.
ഇതേ വിശാലമായി കിടക്കുന്നതാണ് കേട്ടോ സ്റ്റേജ്. നല്ല അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഫാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വലിയ ഇങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വേഗത്തിൽ ഇതേ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. ഇവർ വന്നിട്ടുള്ള കലപിലകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവർ വന്ന് നമുക്ക് ഇവരെ കൂടെ ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇനി ഇവരൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ആദ്യം ഒപ്പനയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പനയ്ക്കുള്ള ആ തട്ടൊക്കെ നമ്മൾ ഓൾറെഡി വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദിവ്യേച്ചി ഓരോരുത്തരുടെ തലയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാണ് കേട്ടോ. വേഗം അടുത്താളെ അപ്പോൾ ഗൈസ്, നമ്മുടെ കുട്ടികളുടെ ഡാൻസ് റിഹേഴ്സലൊക്കെ ഇതേ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതേ ഈ പൈപ്സൊക്കെ ഒന്ന് റാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ട്രൈബൽ ഡാൻസ് കളിച്ച കുട്ടികളുടെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് റാപ്പ് ചെയ്യണം. ഈ കളർഫുള്ളായിട്ടുള്ള ഒരു ഫെദറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഫെദറൊക്കെ ഇതിൽ വരും കേട്ടോ, അപ്പോൾ കാണാം. നല്ല ഭംഗിയാണ് ഇത് ചെയ്ത്. ലാസ്റ്റ് ലുക്ക് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ദിവ്യേച്ചി ഇതേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാനും ഇതിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളിതൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോവാണ്. ഈ ഉണങ്ങിയ പൈപ്പിനെയാണ് ഞങ്ങളത് ഇങ്ങനെ വെച്ചത് കേട്ടോ ഗൈസ്. ഉള്ളിലേക്ക് ഇട്ടാൽ മതി. അങ്ങനെ ദേ ഞങ്ങളുടെ പ്രോപ്പർട്ടീസിൻ്റെ വർക്ക് ഇത് അവസാനത്തെ ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം. ബാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ലാസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് കേട്ടോ. ടീച്ചേഴ്സ് മാത്രമല്ല ഉള്ളത്, ഇവിടെ പ്രിൻസിപ്പളും ആൻറ്റിമാരൊക്കെ ഉണ്ട്. നാളെ ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫണ്ണായിട്ടും കുറേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ദിവ്യേച്ചി ഇതാ ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഡിസ്കഷനും ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളെ പരിപാടി ഉണ്ടാവല്ലേ? അപ്പൊ നിങ്ങൾ ഈ സ്റ്റെപ്പ് പഠിച്ചോ? ഞങ്ങളെ കിളിമഞ്ചാര സ്റ്റെപ്പ്. എന്നിട്ട് അതിങ്ങനെ കളിക്കുക. ആഹാ ആഹാ.
അല്ല ഞങ്ങള് കിളിമഞ്ചാറ് സ്റ്റെപ്പ് പഠിച്ചോ എന്നിട്ട് അത് കളിച്ചോളൂ. അതിവിടെ വെച്ചിട്ട് വരിണ്ടാവാ. ഓ അതന്നെ ഓവറാവണ്ടേ. അല്ല ഞങ്ങൾ ഇങ്ങനെയല്ല ഈ കോലത്തിലല്ലേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പൊ 4:30 സദ്യന്റെ നമ്മളൊന്ന് നോക്കിക്കൊണ്ടു തമ്പിക നിന്നിട്ട് ഹായ് പറയാം. ഹായ്. ഇതൊക്കെ ഞങ്ങളെ ആറ്റിമാരാട്ടോ ഇവിടുത്തെ. ഐലസ വരട്ടെ. മേലേക്ക് എത്തിക്കാനാ ബുദ്ധിമുട്ട് കയറ്റായതുകൊണ്ട് അല്ലേ. ഞങ്ങൾ ഈ ബാഗൊക്കെ എടുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. ഇതൊക്കെ നമ്മുടെ നാളെ പ്രോഗ്രാമുള്ള കുട്ടികളുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് വേറെ ഗ്രീൻ റൂമിൽ കൊണ്ടുപോയാക്കാനുള്ള തത്രപ്പാടിലാണ്. നല്ല രസമുണ്ട്, കളർഫുൾ ആയിട്ട്. ഇനി ഒന്ന് നോക്കണ്ട ഐലസ. ആ ഞങ്ങൾ രണ്ടാളൊന്ന് പിടിക്കാം. അതിൽ ഓർണമെന്റ്സ് ഒക്കെ ഉള്ളത്. അയ്യോ ഐലസ. നിങ്ങളൊക്കെ വയറിലാവുള്ള നോക്കിക്കോളിലേക്ക്. എൻ്റെ അമ്മ. ഞങ്ങളുടെ ചേച്ചിമാരൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ ഇത് താഴത്തേക്ക് കൊണ്ടുപോയിക്കാൻ. നേരത്തെ കണ്ട സ്റ്റേജില്ലേ അവിടേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവന്നേ. ഉരുണ്ട കണ്ടിട്ട് രണ്ടാളും കൂടി. എന്ത് പിടിച്ച് പൊന്തിച്ച് വന്നതിന് കടലമുട്ടായൊന്നും പോരാ. ഏയ് തിളങ്ങുണ്ട് ചേച്ചി. നാളെ കാണാം മക്കളെ പരിപാടിയൊക്കെ. ഇവിടെ അടുത്ത് തന്നെയാല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന് തന്നെയാ? ഇത് പിടിക്കാ തൽക്കാലം. നമുക്ക് ഇത് പിടിക്കാം. എടുത്തോ കുറച്ചങ്ങോട്ട് ഇറ മോനെ. ഞങ്ങളിതാ ഗ്രീൻ ബ്ലൂമിലേക്ക് നോക്കിയിരുന്നു. ചേച്ചിമാരൊക്കെ ഞങ്ങളെക്കാട്ട് ദിവസിന് വക ക്ഷീണം മാറ്റാൻ ഫ്രൂട്ടി ജ്യൂസ് പറഞ്ഞാൽ ജ്യൂസ് തന്നെ കിട്ടിയില്ലേ? ജ്യൂസ് കിട്ടിയില്ല അപ്പൊ? ജ്യൂസ് കിട്ടിയില്ലേ? എൻജോയ് എനിക്ക് വേണ്ട സത്യം അടിക്കുകയാണ് ഞാൻ ഈ സാധനം കുടിക്കല്. എനിക്ക് വേണ്ട, ഞാൻ കേക്ക് ഒന്നും തിന്നില്ല സത്യം. നിങ്ങൾ ചായക്ക് കൊണ്ടുവരുമ്പോ ഒന്നും ഞാൻ തിന്നില്ലല്ലോ. അത് ആ ചേച്ചിനെ ചോദിച്ചറിയാം. ഇതാണ് ഞങ്ങളെ മേക്കപ്പ് റൂം. നാളെ ഇവിടെ വെച്ചിട്ടാണ് ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം.
നാളത്തേക്കുള്ള പ്ലാനിങ്ങാ. എന്തോ ഒരു സാധനമല്ല, അത് കേക്കാണേ. ആ, ചോക്ലേറ്റ് കേക്ക്. ചോറ് കഴിച്ചില്ല നിങ്ങളാരും? ചോറ് കഴിച്ചില്ല നിങ്ങളാരും? ഇനി എപ്പോഴാ കഴിഞ്ഞാ റെഡി? ആ, ഇതോളൂ, ബാഗ് ഇതോളൂ. പോവാ. അപ്പൊ ചേച്ചിമാരെ ബൈ ബൈ പറയാം. ബൈ പറയേച്ചിയേ. ബൈ. അങ്ങനെ ഞങ്ങളിത് ചേച്ചിമാരോടൊക്കെ ടാറ്റ പറഞ്ഞതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല, ഓരോ പണിയിലും തിരക്കിലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതേ ദിവ്യേച്ചീൻ്റെ വകത എനിക്ക് ദം ബിരിയാണി വിളമ്പുകയാണ് ദിവ്യേച്ചി. യെസ്, ബീഫ് ബീഫ്. മതി മതി. അതെ അതെ, ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല, ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു. അതെ, കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞു. നാളെ ചില്ലി മിൻറ്റ് വന്നിട്ടുണ്ട്. മിൻറ്റ് അയ്യോ മിണ്ടണ്ട. എങ്ങനെയുണ്ട് ദിവ്യേച്ചി? അരേ വാ, ഇതും അടിപൊളി കേട്ടോ. എന്താണ് റെസ്റ്റോറൻറ്റ് പേര് പറയൂ? സീഗോ റെസ്റ്റോറൻ്റ് ആണോ? ഇവിടെ രാമനേട്ടൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആനുവൽ ഡേ സ്പെഷ്യൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.